ചേരമാൻ പെരുമാളിന്റെ കത്തുമായിട്ട് കേരളത്തിലെത്തിയ മാലിക് ദീനാറും സംഘവും കേരളത്തിൽ 4-5ഓളം പള്ളികൾ നിർമ്മിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് മംഗലാപുരത്ത് അതിമനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മാലിക് ദീനാറും സംഘവും വന്നിട്ട് ആദ്യം നിർമ്മിച്ച 10 പള്ളികളിലൊന്ന് മംഗലാപുരത്തുള്ള ഈ പള്ളി കൂടി ഉണ്ടായിരുന്നു. അതിസുന്ദരമായി മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതായത് പള്ളിയുടെ ഗർഭപ്പള്ളി എന്ന് പറയും, അകത്തെ പള്ളിയിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞിരുന്നു. ഞാനും ഒരു 3-4 ഫാമിലിയും ഒക്കെ അടങ്ങുന്നതാണ് ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ചെരുവിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. അതിസുന്ദരമായ മരങ്ങൾ, കൊത്തുപണികളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മലേഷ്യൻ ഇതൊക്കെ അടിച്ചിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് ഈ പള്ളി ഉള്ളത്. പിന്നെ ടിപ്പു സുൽത്താനാണ് വലിയ തുക ചെലവാക്കിയിട്ട് ഈ പള്ളി ഈ രൂപത്തിലാക്കിയത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു മംഗലാപുരത്തുള്ള ഈ ഒരു പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെ 4 സൂഫി മാർഗങ്ങളിലും മുറബിയായ ഷേഖായ ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു മഖാമ് കൂടിയുണ്ട്. ഇതിൻ്റെ മച്ചിൻ പുറങ്ങളും ഒക്കെ അതിസുന്ദരമാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ കൊത്തുപണികളിലൊക്കെ എഴുതിയൊരു സാധനമുണ്ട്. ഈ പള്ളി എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നാണ് പാലി ഭാഷയിൽ അർത്ഥമുള്ളത്. അതായത് കേരളത്തിൽ ആദ്യമായിട്ടൊരു ലിപി കൊണ്ടുവന്നത് ബുദ്ധമതക്കാരാണ്. അപ്പോൾ ആ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അന്ന് പള്ളിയുറക്കം, പള്ളിയൂട്ട്, ഇങ്ങനെ രാജാവിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട രാജകീയമായ ഒരു വേർഡാണ്. അപ്പോൾ ഹിന്ദുക്കളല്ലാത്ത മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് കേരളത്തിൽ പൊതുവേ പറഞ്ഞിരുന്നൊരു വേർഡാണ് പള്ളി. ക്രിസ്ത്യൻക്കും പള്ളി എന്നാ പറയാം, മുസ്ലിങ്ങൾക്കും പള്ളി എന്നാ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പള്ളിയിൽ ആ പള്ളിയുടെ ഒരു മനോഹാരിത കാലങ്ങൾ കഴിഞ്ഞിട്ടും കെടാതെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പള്ളിയിലൊക്കെ നമസ്കരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഫീലിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു കുളമുണ്ട്, അതിമനോഹരമായൊരു കുളം. ആ ഒരു കുളത്തിൽ അന്ന് ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയിരുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം സീലിംഗ് ഒക്കെ കണ്ടില്ലേ, കേരളത്തിലെ പഴയ കൊട്ടാരങ്ങളുടെ ഒരു മാതൃക ഇതിനുണ്ടെന്ന് കണ്ടാൽ തോന്നിപ്പോകും. എന്തായാലും മംഗലാപുരം ടൗണിലുള്ള ഈ ഒരു പുരാതന കാലത്തുള്ള ചേരമാൻ പെരുമാളുടെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട ഈ ഒരു പള്ളി അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമില്ലാതെ ഇന്നും കാണുന്നു എന്നുള്ളതാണ് കൗതുകരം. അപ്പോൾ ആ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ, അതായത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് മാലിക് ദീനാറും സംഘവും വന്നിട്ട് നിർമ്മിക്കപ്പെട്ട പുരാതന പള്ളികളിൽ ഏറ്റവും തലയെടുപ്പുള്ളതും ഏറ്റവും വലിയ സുന്ദരമായ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ പള്ളികളിലൊന്നും ഇതാണ്. ഞാനിവിടെ വന്നപ്പോൾ നടന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നപ്പോൾ ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു മഖാമ് കണ്ടു. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു സൂഫി ഗുരുവിൻ്റെ ഗുരുവാണ് ഇവിടെയുള്ള ഈ ഒരു മഖാമിലുള്ള സൂഫി ഗുരു എന്നുള്ളത്. ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന സൂഫി ഗുരുവിൻ്റെ ആത്മീയ ഗുരു കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന സൂഫി ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഖാമ് സന്ദർശിക്കാനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പള്ളിക്ക് ഒരു പൂമുഖവും അതോടൊപ്പം അങ്ങനെ ആലങ്കാരികമായ ഒരുപാട് കൊത്തുപണികളും ഒക്കെ ഉള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ഇത്തരത്തിൽ ഈ മംഗലാപുരത്തുള്ള ഈ ഒരു പള്ളിയിൽ